ഫ്രണ്ട്സ്, ഇത് നമ്മൾ കെമിസ്ട്രിയിലേക്ക് തിരിക്കുകയാണ്. കെമിസ്ട്രിയിലെ ആദ്യ പാഠങ്ങളിൽ ഒന്നായ സ്ട്രക്ചർ ഓഫ് ആറ്റം എൻട്രൻസിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുവാൻ ചാൻസ് ഉള്ള ഒരു പാഠഭാഗം തന്നെയാണ്. പക്ഷെ ഇതിലുള്ള ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ കുറച്ച് ഫോർമുലകൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ നിന്നും വരുന്ന എല്ലാ ക്വസ്റ്റ്യനും പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. വെറുതെ 4 മാർക്ക് കിട്ടുന്നതാണ്. ആരും കളയരുത്. ഈ വീഡിയോ മുഴുവനായും കാണുക. ഞാൻ ചില ഷോർട്ട് കട്ടുകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഈ പാഠഭാഗം ആരംഭിക്കാം. ഫസ്റ്റത്തെ ഷോർട്ട് കട്ട്, കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഫോട്ടോൺ ഈക്വൽ ടു കൈനറ്റിക് എനർജി ഈക്വൽ ടു h × ന്യൂ മൈനസ് ന്യൂ സീറോ. ഇവിടെ h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ആ വാല്യൂ നിങ്ങൾ കാണാതെ പഠിക്കണം. 6.626 × 10⁻34 ജൂൾ സെക്കൻഡ്. ന്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ആണ്. ന്യൂ സീറോ എന്നത് പറയുന്നത് ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ്. അതിൽ തന്നെ വർക്ക് ഫംഗ്ഷൻ W ഉണ്ട്. W ഈക്വൽ ടു h ന്യൂ സീറോ ആണ്. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അടുത്തതായി റിഡ്ബർഗ് ഫോർമുലയാണ്. ഇതും എൻട്രൻസിന് ചിലപ്പോൾ കാണാറുണ്ട്. റിഡ്ബർഗ് ഫോർമുല ന്യൂ ബാർ ഈക്വൽ ടു 1/λ ഈക്വൽ ടു R × 1/n1² മൈനസ് 1/n2². ഇവിടെ R എന്ന് പറയുന്നത് റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ 109677 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അത് നിങ്ങൾ കാണാതെ പഠിക്കുക. പിന്നീടുള്ളത് ഫോർ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസിന് റിഡ്ബർഗ് ഫോർമുല എങ്ങനെ ആപ്ലിക്കബിൾ ആണെന്നാണ്. അവിടെ 1/λ ഈക്വൽ ടു R × z² ഇൻറ്റു 1/n1² മൈനസ് 1/n2². സെഡ് എന്ന ടേം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. സെഡ് എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ ആണ്. അടുത്തത് എൻട്രൻസിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് വെൻ ഇലക്ട്രോൺ ജമ്പ് ഫ്രം nth ലെവൽ ടു ഗ്രൗണ്ട് ലെവൽ. ഫോർമുല ഇതാണ്, n × n−1/2. നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതിയാകും. അടുത്തൊരു ഫോർമുല, ആംഗുലാർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് mvr ഈക്വൽ ടു nh/2π. ഇവിടെ h ഉണ്ട്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, മറക്കരുത് അതിൻ്റെ വാല്യൂ. അത് ക്വസ്റ്റ്യനിൽ തരൂല. അടുത്തത് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഇക്വേഷൻ ആണ്, ശ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. ഇവിടെ എന്താണ്, ∇2 ψ/∇x² പ്ലസ് ∇2 ψ/∇y² പ്ലസ് ∇2 ψ/∇z² പ്ലസ് 8π² m/h² ഇൻറ്റു e മൈനസ് v ഇൻറ്റു ψ ഈക്വൽ ടു 0. ഈശ്വരാ, ഇവിടെ എന്താണ്, E ഈക്വൽ ടു ടോട്ടൽ എനർജി, V ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി, ψ ഈക്വൽ ടു വേവ് ഫംഗ്ഷൻ. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഓപ്ഷനിൽ 4 ഓപ്ഷനോ 5 ഓപ്ഷനിലോ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് m തിരിച്ചിട്ട് m² എന്നുണ്ടാവും, അല്ലെങ്കിൽ h² എന്ന് കാണൂല. അങ്ങനെയുള്ള ഓപ്ഷൻ ടിക്കാക്കാൻ ചിലപ്പോൾ ഉണ്ടാകും. നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, ഒന്ന് നോക്കി വെക്കുക ടേമെല്ലാം എങ്ങനെയാണ് ഉള്ളത് എന്ന്. അടുത്തതായുള്ള ഫോർമുല, നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ സബ്ഷെൽ ഈക്വൽ ടു 2l+1. L എന്ന് പറയുന്നത് ക്വാണ്ടം നമ്പർ ആണ്, അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അതിനെക്കുറിച്ച് ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പിന്നീട് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ്ഷെൽ, അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. 2 × 2l+1. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അവിടെ ഞാൻ കുറച്ച് ഷോർട്ട് കട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ മിനിമം അൺസെർട്ടിനിറ്റീസ് ഇൻ പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ആർ 2 × 10⁻10 മീറ്റർ ആൻഡ് 2.65 × 10⁻24 മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് റെസ്പെക്റ്റീവ്ലി. ദെൻ ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ്. നമുക്കറിയാം ഹെയ്സൻബർഗ് അൺസെർട്ടിനിറ്റി പ്രിൻസിപ്പൾ പ്രകാരം അവിടെ ഒരു ഫോർമുല, വലിയൊരു ഫോർമുല പഠിക്കാനുണ്ട്. ∆x × ∆p ഈക്വൽ ടു h/4π അല്ലേ. ഇനി ഇവിടെ ഈ ∆p നമുക്ക് m∆v എന്ന് എഴുതാം. ∆x × m∆v ഈക്വൽ ടു h/4π. എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? മാസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മാസിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. h/4π × ∆x × ∆v. എച്ചിൻ്റെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞതിനെ കാണാതെ പഠിക്കണമെന്ന്. 6.6 × 10⁻34, 4π 4 × 3.14 ആണ്. ∆x എത്ര? 2 × 10⁻10 മീറ്റർ ആണ്. ഇനി ∆v-യോ 2.65 × 10⁻24. ഇത് കാൽക്കുലേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും 99 ഗ്രാം എന്ന്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് പാർട്ടിക്കിൾ ഹാവിംഗ് മൊമെന്റം 3.31 × 10⁻24 കിലോഗ്രാം മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ഈസ്. നമുക്കറിയാവുന്ന ഒരു ഫോർമുല ഉണ്ട്, λ ഈക്വൽ ടു h/mv അഥവാ λ ഈക്വൽ ടു h/p അല്ലേ ഗൈസ്. അപ്പോൾ നമുക്കിതിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കി കൊടുക്കാം. 6.6 × 10⁻34 ഡിവൈഡഡ് ബൈ പി എത്ര? 3.31 × 10⁻24 കിലോഗ്രാം ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്രിയ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും.
അടുത്തതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ദ കൈനറ്റിക് എനർജി ഓഫ് ടു പാർട്ടിക്കിൾസ് ഓഫ് ആറ്റോമിക് ഡയമെൻഷൻസ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 1:2 ആൻഡ് their masses are in the ratio 1:8. Then their de Broglie wavelengths will be in the ratio of. ലാംഡയും കൈനറ്റിക് എനർജിയും മാസും തന്നാലുള്ള നമുക്കൊരു റിലേഷൻ ഉണ്ട്. λ1/λ2 ഈക്വൽ ടു √2m2 ke2 ഡിവൈഡഡ് ബൈ √2m1 ke1. ഈസി ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഇവിടെ 2ഉം 2ഉം കട്ടാവും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും: m2 ke2 ബൈ m1 ke1. റൂട്ടുണ്ട്. ഇനി നമുക്കിവിടെ അറിയേണ്ടത് എന്താണ്? m1/m2 നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്ര? 1/8. പിന്നെ ke1/ke2 അത് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 1/2. അപ്പോൾ λ1/λ2 ഈക്വൽ ടു m2/n1. അപ്പോൾ m2/m1 8/1 ഇൻറ്റു ke2/ke1. അപ്പോൾ തിരിച്ചിടാം 2/1 റൂട്ട് 2 × 8 6 √16 ഈക്വൽ ടു 4. 4:1. അപ്പോൾ λ1:λ2 ഈക്വൽ ടു 4:1. 4:1 ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ 1:4 തന്നിട്ടുണ്ട്. ഇതായിരിക്കും നിങ്ങളെ ചിലപ്പോൾ കുഴപ്പിക്കുന്നുണ്ടാവുക. ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്തത് ഒരു നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ കൈനറ്റിക് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് 4.55 × 10⁻⁻25 ജൂൾ. ഇറ്റ്സ് വേവ് ലെങ്ത് ഈസ്. നമുക്ക് കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ഒരു റിലേഷൻ അറിയാം. P ഈക്വൽ ടു √2m ke. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൈനറ്റിക് എനർജി ഈക്വൽ ടു p²/2m ആണ്. ആ ഇക്വേഷൻ എന്നാണ് വരുന്നത്. പിന്നെ നമുക്കറിയുന്ന ഇക്വേഷൻ λ ഈക്വൽ ടു h/mv. mv എന്ന് പറഞ്ഞാൽ p ആണ്. അപ്പോൾ p ഈക്വൽ ടു h/λ. h/λ ഈക്വൽ ടു √2m ke. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? λ. അപ്പോൾ λ ഇപ്പുറത്തേക്ക് പോകും. λ ഈക്വൽ ടു h/√2m ke. എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം 6.6 × 10⁻⁻34 √2 ഇൻറ്റു m നമ്മൾ കാണാതെ പഠിക്കണം. എത്രയാണ് ഇലക്ട്രോണിൻ്റെ മാസ്? 9.1 × 10⁻⁻31 അല്ലേ? ഇൻറ്റു കൈനറ്റിക് എനർജി നമുക്ക് തന്നിട്ടുണ്ടോ? ഉണ്ട്. 4.55 × 10⁻⁻25. വരെ വരച്ചിട്ടും തീരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്ര കാൽക്കുലേഷൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും? 7.2 × 10⁻⁻7 മീറ്റർ. ഈസി ക്വസ്റ്റ്യൻ അല്ലേ ഗൈസ്? അടുത്ത ക്വസ്റ്റ്യൻ വളരെ നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എമിറ്റഡ് വെൻ ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 3 × 10⁻15 ഹെർട്സ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ മെറ്റൽ ഓഫ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് 1 × 10⁻15 ഹെർട്സ് ഈസ്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഈക്വൽ ടു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, h × ν-μ0. ഇത് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പോകണ്ട. ആദ്യം തന്നെ കൈനറ്റിക് എനർജി ഈക്വൽ ടു h എല്ലായിടത്തും ഉണ്ടല്ലേ. 6.6 × 10⁻34 ഇൻറ്റു ന്യൂ എത്ര? 3 × 10⁻15 മൈനസ് 1 × 10⁻15. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ 10⁻15 പുറത്തെടുക്കുക. പിന്നെ 3 - 1 2. അപ്പോൾ 2നെ 6.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ പവറും കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാകും. ആൻസർ ഈക്വൽ ടു 1.32 × 10⁻18 ജൂൾ. നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ 10⁻18 ഉണ്ടാകും. അപ്പോൾ 10⁻18 തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. പെട്ടെന്ന് ചിലവർ ആക്രാന്തം മൂത്തിയിട്ട് വേഗം അത് കറുപ്പിക്കാൻ പോകും. പിന്നെ എൻട്രൻസിൽ ഒരു പ്രാവശ്യം കറുപ്പിച്ചാൽ പിന്നെ മാറ്റാനൊന്നും പറ്റൂലല്ലോ. അടുത്തത് ക്വാണ്ടം നമ്പറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ദ നമ്പർ ഓഫ് ആംഗുലാർ നോട്ട്സ് പ്രസന്റ് ഇൻ എ 3D ഓർബിറ്റൽ ഈസ്. അപ്പോൾ ക്വാണ്ടം നമ്പറെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 4 സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പറുകളാണ് ഉള്ളത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. ഇവിടെ ചോദിച്ചത് ആംഗുലാർ നോഡ്. ആംഗുലാർ നോഡ് എന്ന് പറയുമ്പോൾ എല്ലാണ് ചോദിച്ചത് അവർ. ആംഗുലാർ നോഡ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എല്ലിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. എല്ലിൻ്റെ വാല്യൂ എങ്ങനെയാണ് വരുന്നത്? എസ്സിന് 0, പിക്ക് 1, ഡിക്ക് 2, എഫിന് 3 അങ്ങനെയല്ലേ. അപ്പോൾ ഇവിടെ ഡി ആണ് തന്നത്. ഡിക്ക് 3D അല്ലേ, ഡിക്ക് 2. അപ്പോൾ 2 എളുപ്പത്തിൽ കിട്ടിയല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് റേഡിയൽ നോട്ട്സ് പ്രോസസ്ഡ് ബൈ 3p ഓർബിറ്റൽ ഈസ്. ഓപ്ഷൻസ് ഉണ്ട്. റേഡിയൽ നോട്ട്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n - l - 1.
n എന്ന് പറഞ്ഞാൽ ഈ മുമ്പിലുള്ള സംഖ്യയാണ്. അപ്പോൾ നിങ്ങൾ അത് ഓർത്താൽ മതി. 3 യെല്ലോ പീക്കിലെ എല്ലാം എത്രയാണ് 1. പിന്നെ -1 ഇക്വേഷനിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 3 - 1 2 2 - 1 1 1 ആണ് ഉത്തരം. ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. അടുത്തതായി തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ NCERT വായിച്ചിട്ടുണ്ടോ എന്നാണ് ഇതിലൂടെ അവർ പരിശോധിക്കുന്നത്. ഫസ്റ്റ് ഇയർ കെമിസ്ട്രിയിൽ നിന്ന് ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ മെത്തേഡ് വാസ് ഡെവലപ്ഡ് ബൈ നമുക്കെല്ലാവർക്കും അറിയാം റോബർട്ട് മുള്ളിക്കനാണ്. നമ്മുടെ മില്ലിക്കൺ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾക്ക് കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി അറിഞ്ഞു വെക്കുക. ഇപ്പോഴും കുറേ ആൾക്കാരോട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണ്. പക്ഷെ നമുക്കറിയാം ആൽബർട്ട് ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കണ്ടുപിടിച്ചത് ആരെന്ന് നിങ്ങളോട് ആരോടെങ്കിലും ചോദിച്ചാൽ ഹെൻറിച്ച് ഹെഡ്സ് എന്ന് വേണം നിങ്ങൾ പറയാൻ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യം കൂടി പഠിച്ചു വെക്കുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ദ എനർജി ഓഫ് എ ഫോട്ടോൺ 2000 ആംഗ്സ്ട്രോം വേവ് ലെങ്ത് റേഡിയേഷൻ ടു ദാറ്റ് ഓഫ് 4000 ആംഗ്സ്ട്രോം റേഡിയേഷൻ ഈസ്. ഇതിനുള്ള ഷോർട്ട് കട്ട് എന്താണ്? E = hc/λ. അപ്പോൾ നമ്മൾക്ക് ഉത്തരം കണ്ടുപിടിക്കാം. എനർജിയുടെ പ്രൊപ്പോർഷനല്ല ചോദിച്ചത്. E1/E2 = 1/λ ആണ് ഉള്ളത്. അപ്പോൾ λ 2/λ1 റെസിപ്രോക്കലായിട്ട് വരും. അപ്പോൾ 4000 ആംഗ്സ്ട്രോം എന്ന് പറയുന്നത് 10⁻⁻10 ആണ്. 2000 × 10⁻⁻10. അപ്പോൾ ഇതെല്ലാം ക്യാൻസലായി. ഈ ഉത്തരം 2 എന്ന് മാത്രം കിട്ടി അല്ലേ ഗൈസ്? ഇനി നിങ്ങളോട് ചില പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു. കാരണം ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങിയത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം ആകെ ഒരു 100ഉം 110ഉം വ്യൂസൊക്കെ ഇപ്പോൾ വരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോസൊക്കെ ഇടുന്നത്. ഞാൻ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, എടാ എഡ്യൂക്കേഷൻ ചാനലൊന്നും തുടങ്ങേണ്ട, രക്ഷപ്പെടില്ല, എന്തെങ്കിലും വ്ളോഗോ മറ്റോ തുടങ്ങിക്കൂടെ എന്ന്. പക്ഷേ എനിക്ക് ആ വ്ളോഗൊന്നും ചെയ്യാനൊന്നും അറിയില്ല. ആകെ അറിയുന്നത് ഇങ്ങനെ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുകയെന്ന് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ആകെ ഒരു 100ഉം 110 പിള്ളേരെ കാണുന്നുള്ളൂ. അപ്പോൾ ആ കാണുന്നവർ എനിക്ക് തോന്നുന്നത് ജെനുവനായിട്ട് നല്ല എൻട്രൻസിന് വേണ്ടി പഠിക്കുന്നവരായിരിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോർമുലെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് അടിക്കണം. പിന്നെ നിങ്ങളൊന്ന് ആ കമൻറ്റ് ചെയ്യണം. കാരണം എൻ്റെ വീഡിയോക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഒരു 4-5 കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ. അല്ലാതെ ഇതിൽ നിന്നും ഒന്നും കിട്ടുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും ചെയ്യണം, ഷോർട്ട് കട്ടുകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് വീഡിയോ കണ്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഏത് പാഠഭാഗം വേണമെന്ന് നിങ്ങളൊന്ന് എന്നോട് പറയുക. കാരണം ഏത് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ നിങ്ങൾ എന്നെ സപ്പോർട്ടാക്കുമെന്ന് കരുതുന്നു. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള വീഡിയോയിൽ എടുത്തിട്ട് ഒരു 100ഉം 110 വ്യൂസെല്ലാം കാണുമ്പോൾ ഒരു മനസ്സിനൊരു സങ്കടമാണ്. കാരണം ഇത്രയും ചെയ്തിട്ട് ഇവർക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ലല്ലോ എന്ന്. നിങ്ങൾക്കൊരു ബെനിഫിറ്റും ഇല്ല, എനിക്കൊന്നുമില്ല. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ആക്കുക. എല്ലാവർക്കും എൻട്രൻസ് എക്സാമിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സെഗ്മെൻ്റാണ് ഡു ഇറ്റ് യുവർ സെൽഫ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഈസ്. ഇത് ബോണ്ട് ഓർഡറുമായി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 1 O2 2 O2 + 3 O2- ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇതിൻ്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കണം. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഒരു കിഡിലൻ ഷോർട്ട് കട്ട് വീഡിയോ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ദയവായി കാണുക. അത് കണ്ടിട്ട് ഇതിൻ്റെ ഉത്തരം ഇവിടെ ചാറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക. 1 > 2 > 3 അങ്ങനെ ചെയ്താൽ മതിയാകും. പിന്നെ ഇന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ഒരു 15 മിനിറ്റ് വീഡിയോ എല്ലാം ചെയ്യണമെങ്കിൽ ഒരു 900 MB എല്ലാം ആകും. അപ്പോൾ ഒരു 5-6 മണിക്കൂർ 7-8 മണിക്കൂറൊക്കെ ഇങ്ങനെ ഫോണും കുത്തി പിടിച്ചിരുന്നാണ് ഇതൊക്കെ അപ്ലോഡ് ആക്കുന്നത്. പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ആക്കുക ഗൈസ്. താങ്ക് യു.